ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പരിശുദ്ധതയും സ്നേഹവും. പരിശുദ്ധതയും സ്നേഹവും. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നാം അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു എന്ന്. ഒരു റാബി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങുകയായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം സർവ്വവ്യാപിയാണ്, എവിടെ വേണമെങ്കിലും അദ്ദേഹത്തോട് ബന്ധം പുലർത്താം. ഞാൻ ഒരിക്കലും പള്ളിയിൽ പോകാറില്ല. എൻ്റെ മുറിയിൽ ചാരികസേരയിൽ കിടന്ന് ആവശ്യമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്വയം നീതീകരിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന പരീക്ഷ മനോഭാവക്കാരനായ ആളോട് റാബി പറഞ്ഞു, ദൈവം മനുഷ്യരെ ഒരു കുടുംബമായി സൃഷ്ടിച്ചിരിക്കുന്നു. അന്യോന്യം ബന്ധപ്പെട്ടും സഹകരിച്ചും ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. പള്ളിയോ ക്ഷേത്രമോ അല്ല പ്രധാനം, അവിടെ ആരാധിക്കുന്നവർ തമ്മിലുള്ള ബന്ധമാണ് കണക്കിലെടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാർത്ഥതയും പരിശുദ്ധതയും ഒരുമിച്ച് പോകുന്നതല്ല. ആരുമായും ബന്ധപ്പെടാതെ ഏകാന്തതയിൽ കഴിയുന്ന അവസ്ഥ പരിശുദ്ധതയുടെ പര്യായമായി കാണുന്നവരുണ്ട്. സ്നേഹിക്കാൻ കഴിയാത്തവൻ പരിശുദ്ധതയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തോട് നമ്മുടെ ആത്മാവിനെ ബന്ധപ്പെടുത്തുന്നത് സ്നേഹമാണ് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തോടുള്ള അത്തരം ബന്ധമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹവും പരിശുദ്ധതയും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളായി കാണണം. ആരെയും സ്നേഹിക്കാൻ സന്നദ്ധമാകാതെയും ആരോടും ബന്ധം പുലർത്താൻ ശ്രമിക്കാതെയും ഭക്തിയുടെ മാർഗം പിന്തുടരുന്നത് ദൈവമുമ്പാകെ സ്വീകാര്യമായിരിക്കുകയില്ല. ഒരു പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ 13 വാക്യങ്ങളുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ക്ലിയറായി മനസ്സിലാകും. എനിക്ക് പ്രവചനപരമുണ്ടായിരുന്നിട്ടും സകല രഹസ്യങ്ങളെയും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായിരുന്നാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ സർവ്വ സമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹനയാഗമായി സമർപ്പിക്കാൻ സന്നദ്ധനായാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായ പരസ്പര ബന്ധമാണ് യഥാർത്ഥ ഭക്തിയുടെയും ആത്മീയതയുടെയും ഉരക്കല്ല് എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നു. ദൈവത്തിൻ്റെ മക്കൾ അവിടുത്തെ ആലയത്തിൽ ഒത്തുചേർന്ന് അവിടുത്തെ മുമ്പാകെ ആരാധന അർപ്പിക്കുന്നത് ദൈവസ്വാഗതം ആകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പരിമിതികളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം അവിടുത്തെ മുമ്പാകെ വെളിപ്പെട്ടിരിക്കുക തന്നെ. അതുകൊണ്ട് അവിടുത്തെ മുഖം നമുക്കെതിരെ തിരിക്കുന്നില്ല. മനുഷ്യ സ്വഭാവത്തിൻ്റെ പരിമിതികളെല്ലാം അവിടുന്ന് അറിയുകയും ചെയ്യുന്നു. എന്നാൽ നാം ഒരു കുടുംബമായി അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കാൻ പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരാൾ എത്രമാത്രം ദൈവസ്നേഹവും കരുതലും സ്വജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നുവോ അത്രയ്ക്ക് അയാൾ വിശുദ്ധിയിൽ എത്തുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധിയും സ്നേഹവും പരസ്പര പൂരകങ്ങളാണ്. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ദൈവീകരിക്കപ്പെടുകയാണ് എന്ന് പറയാം. അതിനുള്ള മാർഗവും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക, ഇവയെല്ലാം ഉപരിയായ പ്രമാണമില്ല. ഇവയേക്കാൾ ഉപരിയായ പ്രമാണമില്ല എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഭക്തിയെപ്പറ്റിയും പരിശുദ്ധതയെപ്പറ്റിയും ഒരു പുനർചിന്തനം ആവശ്യമാണ്. സ്നേഹത്തിൽ നിറഞ്ഞ ജീവിതം അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പരസ്പരം സ്നേഹിക്കുകയും അത് പരിശുദ്ധതയിൽ മുമ്പോട്ട് കൊണ്ട് നടക്കുകയും ആണ് നാം ചെയ്യേണ്ടത്. അതിനായി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ആദ്യമേ സ്വയം തിരുത്തുവാൻ നാം ശ്രമിക്കണം. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം സ്വയം സ്നേഹിക്കുമ്പോഴാണ്
നാം നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കുകയും അതിന് പ്രകാരം നാം ജീവിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. നാം നമ്മെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള താല്പര്യമുണ്ടാകും. അങ്ങനെ താല്പര്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവാശ്രയത്തിൻ്റെ ആവശ്യം മനസ്സിലാകുന്നത്. അപ്പോൾ നാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ അവൻ്റെ മുമ്പിൽ എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ അവൻ നമുക്ക് തന്നിരിക്കുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നാം അവനോട് നന്ദി പറയുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി നന്ദി പറയുന്ന ഒരു വ്യക്തി, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, പരോപകാരം ചെയ്യുന്ന ഒരു വ്യക്തി, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഒരു വ്യക്തി, ഞാൻ ആർക്കും സഹായം ചെയ്തില്ല എങ്കിലും ഇന്നു മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സ്നേഹിതൻ, യഥാർത്ഥ വിശ്വാസി. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, ദൈവം നമ്മളെ അവൻ്റെ പാതയിലൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ മാടി വിളിക്കുമ്പോൾ നാം അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് മാത്രം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.